ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബൌട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, എന്തൊക്കെ ചേർന്നതാണ് ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള കമ്പോണൻസ് എന്ന് നോക്കാം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, a pair of testes along with the accessory ducts, accessory glands and external genitalia. So the male reproductive system consists of a pair of testes along with the accessory ducts, accessory glands and external genitalia. So all these organs are located in the pelvis, or pelvic region. അതായത് നമ്മുടെ ലോവർ അബ്ഡോമിന് താഴെയായിട്ടുള്ള സ്പേസിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ഓർഗൻസും കാണുന്നത്. സോ ദീസ് ഓർഗൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. സോ നമ്മൾ പറഞ്ഞു എ പെയർ ഓഫ് ടെസ്റ്റിസ്, അതായത് രണ്ട് ടെസ്റ്റിസ് ആണ് കാണുന്നത്. അപ്പം ടെസ്റ്റിസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എവിടെയാണ് ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻ? A pair of testes are located എവിടെയാണ്? ഔട്ട്സൈഡ് ദ അബ്ഡോമൻ, അല്ലേ? അബ്ഡോമിനെ, ഉദരാശയത്തിന് വെളിയിലായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ടെസ്റ്റിസ്. സോ എ പെയർ ഓഫ് ടെസ്റ്റിസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമൻ വിത്തിൻ എ പൗച്ച്, ഒരു സഞ്ചിക്കകത്താണ്, ഒരു സാക്കിനകത്താണ് എന്ത് കാണുന്നത്, ഈ ടെസ്റ്റിസ് കാണുന്നത്. ആൻഡ് ദാറ്റ് പൗച്ച് ഈസ് കോൾഡ് സ്ക്രോട്ടം. എന്താ വിളിക്കുക? സ്ക്രോട്ടം. ഓക്കെ, സ്ക്രോട്ടം മീൻസ് നത്തിങ് ബട്ട് ദ പൗച്ച് ഓർ സാക്ക് ഇൻ വിച്ച് ടെസ്റ്റിസ് ആർ ലൊക്കേറ്റഡ്. സോ എ പെയർ ഓഫ് ടെസ്റ്റിസ് ആർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് ഓർ വിത്തിൻ എ സാക്ക് കോൾഡ് സ്ക്രോട്ടം. ഇനി എന്താണ് ഈ സ്ക്രോട്ടത്തിൻ്റെ ഫങ്ഷൻ? ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് സ്ക്രോട്ടം? സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് എ ലോ ടെമ്പറേച്ചർ. ഓക്കെ, എ ലോ ടെമ്പറേച്ചർ വിച്ച് ഈസ് നെസസറി ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്പേംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെർമാറ്റോജെനിസിസ് നടക്കണമെങ്കിൽ അവിടെ വേണ്ടത് ലോ ടെമ്പറേച്ചറാണ്. നമ്മുടെ നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചറിനെക്കാളും ടെമ്പറേച്ചർ കുറവാണ് എന്തിനു വേണ്ടത്? സ്പെർമാറ്റോജെനിസിസിന് വേണ്ടത്. അതായത് ഇപ്പോൾ നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിൽ നിന്നും ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറച്ചാണ്, അതായത് ഏകദേശം ഒരു 35 ഡിഗ്രി സെൽഷ്യസ് വരും, അല്ലേ? അല്ലെങ്കിൽ 34.5 ഡിഗ്രി സെൽഷ്യസ്. ആ റേഞ്ച് മതി നമ്മുടെ സ്പെർമാറ്റോജെനിസിസ് നടക്കണമെങ്കിൽ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലോ ഇറ്റ് വിൽ അഫക്റ്റ് ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനിസിസ്, അല്ലേ? ചില സമയത്ത് സ്പേമിൻ്റെ ഡെത്തിന് കാരണമാകാം ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, സ്പെർമാറ്റോജെനിസിസ് റിക്വയേഴ്സ് ഓൺലി ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചർ മീൻസ് എക്സ്ട്രീം ലോ അല്ല, ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ദ നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ അതാരുടെ ഫങ്ഷനാണ്? സ്ക്രോട്ടത്തിൻ്റെ ഫങ്ഷനാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്ക്രോട്ടം. ദെൻ ദിസ് ടെസ്റ്റിസ് ഈസ് കവേർഡ് ബൈ, ഈ ടെസ്റ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ടെസ്റ്റിസ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടെസ്റ്റിസ്. ടെസ്റ്റിസിന് ചുറ്റുമായിട്ട് സ്ക്രോട്ടൽ സാക്കും ഉണ്ട്, അല്ലേ? സ്ക്രോട്ടത്തിൻ്റെ കവറിങ്ങും ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റിസിന് തന്നെ നമുക്ക് 3 കവറിങ്സ് കാണാൻ പറ്റും. 3 ലെയേഴ്സ് ഉണ്ട് ഓരോ ടെസ്റ്റിസിനും. ഓക്കെ,
ടെസ്റ്റിസിന് 3 ലെയേഴ്സ് ഉണ്ട്. ഒരു ഔട്ടർ ലെയർ ഉണ്ട്, ഒരു മിഡിൽ ലെയർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഇന്നർ ലെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ടെസ്റ്റിസിനെയും പൊതിഞ്ഞിട്ട് 3 ആവരണങ്ങൾ കാണുന്നുണ്ട്. ഏറ്റവും പുറത്ത് കാണുന്ന ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ട്യൂണിക്ക വജൈനാലിസ്. ഇറ്റ് ഈസ് കോൾഡ് ട്യൂണിക്ക വജൈനാലിസ്. ഓക്കെ, ടെസ്റ്റിസിന്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ഈസ് കോൾഡ് ട്യൂണിക്ക വജൈനാലിസ്. ആൻഡ് ദ മിഡിൽ കോട്ട് ഈസ് കോൾഡ് ട്യൂണിക്ക ആൽബ്യൂജീനിയ. And the innermost covering is called tunica vasculosa. ഇങ്ങനെയുള്ള 3 കവറിങ്സ് കാണുന്നുണ്ട് ഓരോ ടെസ്റ്റിസിനും. ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് ഈസ് കോൾഡ് ട്യൂണിക്ക വജൈനാലിസ്. അപ്പോൾ ഈ ട്യൂണിക്ക വജൈനാലിസിന് വീണ്ടും നമുക്കൊരു ഔട്ടർ പെറൈറ്റൽ ലെയർ എന്നും ഇന്നർ വിസറൽ ലെയർ എന്നും തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഈ ടെസ്റ്റിസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രീലി മൂവബിൾ വിത്തിൻ ദ സ്ക്രോട്ടം, അല്ലേ? യഥേഷ്ടം ചലിക്കാൻ പറ്റും. ഈ ഒരു മൊബിലിറ്റി ഉള്ള സാധനമാണ് ഈ ടെസ്റ്റിസ്. എന്തുകൊണ്ടാണ് മൊബിലിറ്റി വന്നു? ആ മൊബിലിറ്റിക്ക് കാരണം തന്നെ ഈ ട്യൂണിക്ക വജൈനാലിസിന്റെ 2 ലെയേഴ്സ് ആയിട്ടുള്ള, അതായത് ഈ ഔട്ടർ പെറൈറ്റൽ അതേപോലെ ഇന്നർ വിസറൽ ലെയറിന്റെ ഗ്ലൈഡിംഗ് ആണ്. ഓക്കെ, സോ ടെസ്റ്റിസ് ആർ ഫ്രീലി മൂവബിൾ which is due to the presence of this outer layer, that is tunica vaginalis. Okay, then middle layer is called tunica albuginea. It is a tough fibrous capsule. വളരെ കട്ടി കൂടിയ ഒരു ഫൈബ്രസ് ലെയർ ആണ് ട്യൂണിക്ക ആൽബ്യൂജീനിയ. ഇനി ട്യൂണിക്ക വാസ്കുലോസ മീൻസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് റിച്ച് ഇൻ ബ്ലഡ് വെസൽസ്. ഓക്കെ, ബ്ലഡ് വെസൽസ് കൂടുതലായിട്ട് കാണുന്ന ലെയറാണ് ട്യൂണിക്ക വാസ്കുലോസ. ജസ്റ്റ് ഓർത്തിരിക്കുക, ടെസ്റ്റിസിന് 3 ലെയർ ഉണ്ട്. ഔട്ടർ ട്യൂണിക്ക വജൈനാലിസ്, മിഡിൽ ട്യൂണിക്ക ആൽബ്യൂജീനിയ, ഇന്നർ ട്യൂണിക്ക വാസ്കുലോസ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റിസിനെ കുറിച്ചാണ് പറഞ്ഞത്. ടെസ്റ്റിസ് ആർ എ പെയർ, അല്ലേ? A pair of testes located outside the abdominal cavity within a pouch എന്ന് പറഞ്ഞു. ആ പൗച്ചിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്ക്രോട്ടം. എന്താ സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചർ മീൻസ് 2 to 2.5 degrees Celsius lower than the normal internal body temperature necessary for spermatogenesis. ഇനി ടെസ്റ്റീസിന്റെ ഷേപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓവൽ, അല്ലേ? ഒവോയിഡ് ഷേപ്പ്, അല്ലെങ്കിൽ വാൽനട്ട് ഉണ്ടല്ലോ, വാൽനട്ട് ഷേപ്പ് എന്നും പറയാം. ഓക്കെ, ടെസ്റ്റിസിന്റെ ഷേപ്പ് എന്താണ്? ഓവൽ ആണ്, അല്ലെങ്കിൽ വാൽനട്ട് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ ഓരോ ടെസ്റ്റിസും ഒരു 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ഒരു 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും പറയാം. ഓക്കെ, 4 to 5 സെൻറ്റിമീറ്റർ ലോങ്ങും 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ, ഓരോ ടെസ്റ്റിസിൻ്റെയും ഭാരം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 80 to 90 ഗ്രാം വരെ വരും. 80 to 90 ഗ്രാം. ഓക്കെ, ഇതാണ് ടെസ്റ്റിസിനെ കുറിച്ചുള്ള പോയിന്റ്സ്. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് a pair of testes. Then ഈ ടെസ്റ്റിസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഓരോ ടെസ്റ്റിസിലും, ഇപ്പോൾ 2 ടെസ്റ്റിസ് ഉണ്ട്, ഈ ഓരോ ടെസ്റ്റിസിലും ഏകദേശം 200 to 300, 200 തൊട്ട് 300 വരെ, ആവറേജ് ഏകദേശം ഒരു 250 കമ്പാർട്ട്മെന്റ്സ് കാണും, ഡിവിഷൻസ് കാണും. ദേ ആർ കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. എന്താ വിളിക്കുക? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഇപ്പം എന്താ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്? ഈച്ച് ടെസ്റ്റിസ് കണ്ടെയ്ൻസ് അബൌട്ട് 250 കമ്പാർട്ട്മെന്റ്സ്. നമ്മളൊരു റേഞ്ച് പറയുകയാണെങ്കിൽ 200 to 300 വരും. ദേ ആർ കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അപ്പം ടെസ്റ്റിസ് ഈസ് റിച്ച് ഇൻ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. നമ്മളൊരു ടെസ്റ്റിസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഇങ്ങനെയുള്ള
250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഓരോ ലൊബ്യൂൾ എടുത്താലോ, ഈച്ച് ലൊബ്യൂൾ കണ്ടെയ്ൻസ്, ഈ ഓരോ ലൊബ്യൂളിനകത്ത് വീണ്ടും വി ക്യാൻ സി 1 to 3 ഹൈലി കോയിൽഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, 1 മുതൽ 3 വരെ ഇങ്ങനെയുള്ള ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാം. ആൻഡ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, അപ്പോൾ ഈച്ച് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ contains 1 to 3 highly coiled structures called seminiferous tubules. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്തിനാണ്? ഇതിനകത്താണ് നമ്മുടെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ റഫായിട്ട് പറഞ്ഞു, സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിൽ എവിടെയാണ്? കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എവിടെയാണ് കാണുന്നത്? വിത്തിൻ ദ testicular lobule. So each testicular lobule contains 1 to 3 highly coiled structures called seminiferous tubules in which sperms are produced. Then നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, സെമിനിഫറസ് ട്യൂബ്യൂൾസ് അപ്പോൾ നേരത്തെ പറഞ്ഞു സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ ഹൈലി കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആണ്. ദ വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇൻ ടേൺ കണ്ടെയ്ൻസ് 3 ലെയേഴ്സ്. നമ്മൾ നേരത്തെ ടെസ്റ്റിസിൻ്റെ 3 ലെയർ പഠിച്ച പോലെ തന്നെ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ വാളിനും 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഇന്നർ ലെയർ. അതിൽ ഈ ഇന്നർ ലെയറിലാണ് ആക്ച്വലി സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ ലെയർ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, ഇനി ഈ ഇന്നർ ലെയറിൽ തന്നെ നമുക്ക് 2 തരത്തിലുള്ള സെൽസ്, കോശങ്ങൾ കാണാൻ പറ്റും. ദ ഇൻസൈഡ് വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ കണ്ടെയ്ൻസ് 2 ടൈപ്സ് ഓഫ് സെൽസ്. ഏതൊക്കെയാണത്? ഒന്നാമത്തെ ടൈപ്പാണ് സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയ or male germ cells. Male germ cells. Spermatogonia അല്ലെങ്കിൽ male germ cells, they are immature. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാത്ത സെൽസ് ആണ് മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ. രണ്ടാമത്തെ ടൈപ്പ് സെല്ലാണ് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ്. So the inside wall of each seminiferous tubule contain 2 types of cells. First type ആണ് സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജേം സെൽസ്. രണ്ടാമത്തെയാണ് സെർട്ടോളി സെൽസ്, ആൾസോ കോൾഡ് സസ്റ്റെൻഡാക്കുലാർ സെൽസ്. സസ്റ്റെൻഡാക്കുലാർ സെൽസ് or we can also call it as nurse cells. Okay, nurse cells. സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ സസ്റ്റെൻഡാക്കുലാർ സെൽസ് അല്ലെങ്കിൽ നേഴ്സ് സെൽസ്. ഇനി എന്താണ് ഈ സെൽസിൻ്റെ ഫങ്ഷൻ നോക്കാം. ഒന്നാമത്തെ സെല്ലാണ് സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജേം സെൽസ്. നേരത്തെ പറഞ്ഞു ദീസ് സെൽസ് ആർ ഇമ്മെച്വർ, അല്ലേ? ഇമ്മെച്വർ സെൽസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് Spermatogonia undergoes a series of meiotic division. നമ്മൾ പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. And this spermatogonia undergoes a series of meiotic division and finally matures to form mature spermatozoa. അതായത് ഈ ഇമ്മെച്വർ ആയിട്ടുള്ള മെയിൽ ജേം സെൽസ് ആണ് മിയോട്ടിക് ഡിവിഷൻ വഴി അവസാനം എന്തായിട്ട് മാറുന്നത്? സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള സ്പേം ആയിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ
രണ്ടാമത്തെ സെല്ലായ സെർട്ടോളി സെൽസ് എന്തിനായിരിക്കും? സെർട്ടോളി സെൽസ് ഇങ്ങനെ സ്പേമായിട്ട് മാറുന്ന ഈ സ്പെർമാറ്റോഗോണിയക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്ന സെൽസ് ആണ് സെർട്ടോളി സെൽസ്. ഓക്കെ, അപ്പോൾ സെർട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ഓർ ന്യൂട്രിയൻസ് ടു ദ ഡെവലപ്പിംഗ് സ്പെർമാറ്റോഗോണിയ. അപ്പോൾ ഈ സ്പെർമാറ്റോഗോണിയ ആൻഡ് സെർട്ടോളി സെൽസ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സൈറ്റോപ്ലാസ്മിക് പ്രോസസ്സസ്. രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുവഴിയാണ് ഈ സ്പെർമാറ്റോഗോണിയക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഈ സെർട്ടോളി സെൽസ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സെർട്ടോളി സെൽസ്? എന്താണ്? ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ ഡെവലപ്പിംഗ് മെയിൽ ജേം സെൽസ്. അതാണ് മെയിൻ ഫങ്ഷൻ. കുറേ ഫങ്ഷൻസ് ഉണ്ട്, എന്നാലും മെയിനായിട്ട് പഠിക്കേണ്ട ഫങ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ഓർ ന്യൂട്രിയൻസ് ടു ദ ഡെവലപ്പിംഗ് മെയിൽ ജേം സെൽസ്. അതല്ലാതെ സെർട്ടോളി സെൽസിന് മറ്റ് ചില ഫങ്ഷൻസും കൂടെ ഉണ്ട്. അതിൽ മെയിൻ ഫങ്ഷനാണ് ഇറ്റ് സെക്രീറ്റ് ആരോമറ്റേസ്. അപ്പോൾ ആരോമറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇറ്റ് സെക്രീറ്റ് ആരോമറ്റേസ് എൻസൈം. അപ്പോൾ ഇതെന്തിനാണ്? ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് മെയിൽ സെക്സ് ഹോർമോൺസ് ആണെന്നറിയാം. ഈ ആൻഡ്രോജൻസിന് ഈസ്ട്രോജൻ ആക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻസൈം ആണെന്ത്? ആരോമറ്റേസ്. ആ ആരോമറ്റേസ് ഉൽപ്പാദിപ്പിക്കുന്ന സെൽസും സെർട്ടോളി സെൽസ് ആണ്. സെർട്ടോളി സെൽസ് ആൾസോ സെക്രീറ്റ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ, ABP എന്ന് നമുക്ക് ചുരുക്കി പറയാം. ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. അതായത് ഈ ആൻഡ്രോജൻസ് ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് ആണ് ആൻഡ്രോജൻസ്. ഈ ആൻഡ്രോജൻസിൻ്റെ ആക്ടിവിറ്റിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. അതേപോലെ തന്നെ സെർട്ടോളി സെൽസ് ആൾസോ സെക്രീറ്റ് ഈസ്ട്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. ഈസ്ട്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. Sertoli cells also secrete activin. Then Sertoli cells also secrete inhibin. ഇപ്പോൾ ആക്ടിവിൻ എന്തിനാണ്? നമുക്കറിയാം FSH. എന്താ FSH? നമ്മൾ +1 പഠിച്ചാണ് അല്ലേ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ FSH ഹോർമോണിൻ്റെ സെക്രീഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ആക്ടിവിൻ. അപ്പോൾ ആക്ടിവിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഫ്രം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇൻഹിബിൻ ആണെങ്കിലോ ഓപ്പോസിറ്റ് ഓഫ് ആക്ടിവിൻ, ഇറ്റ് ഡിക്രീസസ് ദ സെക്രീഷൻ ഓഫ് FSH ഫ്രം ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ദെൻ സെർട്ടോളി സെൽസ് ആൾസോ സെക്രീറ്റ് മുള്ളേറിയൻ ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസ്. മുള്ളേറിയൻ ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസ്. ഇങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങൾ മെയിനായിട്ട് ഓർക്കേണ്ടതാണ് ഈ പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ മെയിൽ ജേം സെൽസ്. ഇൻ അഡീഷൻ യു ക്യാൻ ആൾസോ റൈറ്റ് ദീസ് ഫങ്ഷൻസ് ആൾസോ. ഇറ്റ് സെക്രീറ്റ് ആരോമറ്റേസ് വിച്ച് കൺവേർട്ട് ആൻഡ്രോജൻസ് ഇൻ ടു ഈസ്ട്രോജൻ. ദെൻ ഇറ്റ് ആൾസോ സെക്രീറ്റ്സ് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ, ഈസ്ട്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ, ആക്ടിവിൻ, ഇൻഹിബിൻ ആൻഡ് മുള്ളേറിയൻ ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് സെർട്ടോളി സെൽസ്. ഇപ്പോൾ സെർട്ടോളി സെൽസിൻ്റെ മറ്റ് രണ്ട് പേരുകൾ എന്തൊക്കെയായിരുന്നു? സസ്റ്റൻറ്റാക്കുലാർ സെൽസ് ഓർ നേഴ്സ് സെൽസ്. ഇപ്പം നേഴ്സ് സെൽസ് എന്തുകൊണ്ട് വിളിക്കുന്നു? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ അല്ലെ, ന്യൂട്രിയൻസ് ടു ദ മെയിൽ ജേം സെൽസ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് നേഴ്സ് സെൽസ്. ന്യൂട്രീഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെൽസ് ആണ് ഈ സ്പെർമാറ്റോഗോണിയ ആൻഡ് മെയിൽ ജേം സെൽസ് ആൻഡ് സെർട്ടോളി സെൽസ്. ഇത് എവിടെയാണ് കാണുന്നത്? ഇൻസൈഡ് ദ വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇൻസൈഡ് ദ വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിലും, ഇപ്പോൾ ഒരു ടെസ്റ്റീസ് ആണെങ്കിൽ ഇതൊരു ലൊബ്യൂൾ ആണെങ്കിൽ ഈ ഓരോ ലൊബ്യൂളിനകത്തും എന്ത് കാണും? സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട് അല്ലേ? ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് കാണുന്ന രണ്ട് സെൽസ് ആണ് സ്പെർമാറ്റോഗോണിയ ആൻഡ് സെർട്ടോളി സെൽസ്. അപ്പോൾ
ഇതൊരു ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ ആണെന്ന് വിചാരിക്കുക. ഈ ലൊബ്യൂളിനകത്ത് ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇതടുത്ത സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇതടുത്ത സെമിനിഫറസ് ട്യൂബ്യൂൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഔട്ട്സൈഡുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ, ഇതൊന്ന് ഇതൊന്ന് ഇതൊന്ന്. അപ്പോൾ ദ റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ, അതായത് ഈ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പ്, ഓക്കെ, ദ റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് കോൾഡ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. എന്താ വിളിക്കുക? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് കാണുന്ന ആ ഒരു ഗ്യാപ്പ്, ആ സ്പേസിനെയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുക. ആൻഡ് ദിസ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് കണ്ടെയ്ൻസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെൽ that is called interstitial cell. Interstitial cell, which is commonly called as Leydig cells. Leydig cells. Leydig. Leydig cells. That is very important ആണ്. ഇവിടെ സെർട്ടോളി സെൽസ് പറഞ്ഞു, അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു സെല്ലാണ് ലേഡിക് സെൽസ്. അപ്പോൾ ലേഡിക് സെൽസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ലേഡിക് സെൽസ് ആണ് ഈ പറഞ്ഞ ആൻഡ്രോജൻസ്, അതായത് മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻ, മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ സിന്തസിസിനും സെക്രീഷനും വേണ്ട സെൽസ് ആണ് ലേഡിക് സെൽസ്. അപ്പോൾ ലേഡിക് സെൽസ് എന്തിനാണ്? സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്, എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ഈ പറഞ്ഞ സ്പേസിൽ, ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് കാണുന്നത്. അതുകൂടാതെ ആ സ്പേസിൽ ചെറിയ ബ്ലഡ് വെസൽസ് കാണാം, സ്മോൾ ബ്ലഡ് വെസൽസ് കാണാം. കൂടാതെ ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് സെൽസ് കാണാം. ഓക്കെ, ഇമ്മ്യൂൺ സെൽസ് കാണാം, ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് സെൽസ്. അപ്പം ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ലേഡിക് സെൽസ് മാത്രമല്ല ഉള്ളത്, അതിൻ്റെ കൂടെ തന്നെ ചെറിയ ബ്ലഡ് വെസൽസും കാണാം, കൂടാതെ ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് സെൽസും കാണാം. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് ടെസ്റ്റീസിനെ കുറിച്ചിട്ടാണ് അല്ലേ. ടെസ്റ്റീസിൻ്റെ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിനകത്ത് കാണുന്ന രണ്ട് സെൽസ് വിത്തിൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾ, ദാറ്റ് ഈസ് സ്പെർമാറ്റോഗോണിയ ആൻഡ് സെർട്ടോളി സെൽസ്. പിന്നെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്ത് ഉള്ള സ്പേസിൽ, അതായത് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന ഒരു സെല്ല്, ദാറ്റ് ഈസ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 3 സെൽസിനെ കുറിച്ച് പഠിച്ചു. സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജേം സെൽസ്, ദെൻ സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ സസ്റ്റൻഡാക്കുലാർ സെൽസ് അല്ലെങ്കിൽ നേഴ്സ് സെൽസ്, ആൻഡ് തേർഡ് ടൈപ്പ് ഈസ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. ഇപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കും, സെർട്ടോളി സെൽസ് ന്യൂട്രീഷൻ, ലേഡിക് സെൽസ് ഡാഷ്. അപ്പം എന്ത് എഴുതും? ലേഡിക് സെൽസ് എന്തിനാണ്? സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ്. ഓക്കെ, സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ്. അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം, ലേഡിക് സെൽസ് ആൻഡ്രോജൻ, സെർട്ടോളി സെൽസ് ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ദ സ്പെർമാറ്റോഗോണിയ. ദറ്റ് ഈസ് അബൌട്ട് ടെസ്റ്റിസ്. അപ്പോൾ ടെസ്റ്റിസ് ആണ് പ്രൈമറി മെയിൽ സെക്സ് organ. Okay, testes are the primary male sex organ. അങ്ങനെയാണെങ്കിൽ പ്രൈമറി അല്ലാതെ സെക്കൻഡറി ഓർ ആക്സസറി സെക്സ് ഓർഗൻസും കാണുമല്ലോ. ആ ആക്സസറി സെക്സ് ഓർഗൻസ് ആണ് ഇനി പറയാൻ പോകുന്ന ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻസ് ആൻഡ് മെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയ. അപ്പോൾ ടെസ്റ്റീസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ.